എവിടെ പോകുന്നേ? നീ എന്താ പെട്ടെന്ന് പതിവില്ലാതെ കുളിച്ചെല്ലാം റെഡിയായല്ലോ? ഞാനൊരു യാത്ര പോവുകയാണ്. ഞാനൊരു യാത്ര പോവുകയാണ്. അതെന്താ ഞാനും കൂടെ വരണ്ടേ? നിങ്ങളില്ലാത്തൊരു യാത്രയാണ്. റസൂൽ പറയുന്ന വാക്കുകൾ എന്റെ പ്രിയപ്പെട്ട കുട്ടി ഫാത്തിമ റളിയല്ലാഹു തആല അന്നത്തെ രാത്രിയിൽ ഫാത്തിമ കരഞ്ഞു. അല്ലാഹു റസൂൽ വന്നിട്ട് പറഞ്ഞു, സ്വപ്നത്തിൽ മോളെ എന്നെ കണ്ടിട്ട് എത്രയോ മാസങ്ങളോളമായി മോളെ എന്ന് ഫാത്തിമയോട് പറഞ്ഞപ്പോൾ ഫാത്തിമ കരഞ്ഞു. നമ്മൾ തമ്മിൽ പിരിഞ്ഞിട്ട് എത്രയോ ദിവസങ്ങൾ, എത്രയോ മാസങ്ങളായി. എനിക്ക് പിന്നെ ഒന്ന് കാണുമ്പോഴെല്ലാം ആഗ്രഹമുണ്ടെന്ന് ഫാത്തിമയോട് പറഞ്ഞു. അലിയാർ നമ്മളോട് പറയുമ്പോൾ തങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോയി. എന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു തആല ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല വസ്ത്രങ്ങളെല്ലാം ധരിപ്പിച്ചു. എന്നിട്ട് മടിയിലേക്ക് ഇരുത്തി. എന്നിട്ട് ഫാത്തിമ പറഞ്ഞൊരു വാക്ക്, അലിയാർ തങ്ങളെ, ഞാൻ പോകുമ്പോൾ എന്റെ മക്കൾ വല്ലാതെ വിഷമിക്കും, എന്റെ മക്കൾ വല്ലാതെ കരയും, ഉമ്മ എവിടെയെന്ന് ചോദിക്കും. അലിയേ, എന്റെ മക്കളെ പൊന്നുപോലെ നീ നോക്കോണേ എന്ന് ഫാത്തിമ കണ്ണുകളോട് പറഞ്ഞു. ഇത് കണ്ടുകൊണ്ട് ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല തന്റെ ഉമ്മയുടെ മുഖത്തെ പറ്റി ഇങ്ങനെ തൊട്ടു നോക്കി. കുട്ടികൾ അറിയുന്നില്ല തന്റെ ഉമ്മ മരിക്കാൻ പോവുകയാണ്. എന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു തആല നേരെ റൂമിലേക്ക് കയറി. എന്നിട്ട് അലിയെ വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങളുടെ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം, കുടുംബ ജീവിതമായി പല തെറ്റുകളും ഞങ്ങൾക്കുണ്ടായേക്കാം, നാളത്തേക്ക് മാറ്റി വെക്കരുത്, പൊരുത്തപ്പെട്ടു തരണേ എന്ന് ഫാത്തിമ റളിയല്ലാഹു തആല കണ്ണുകളോട് പറഞ്ഞു. അലിയാർ തങ്ങൾ ഫാത്തിമയെ കെട്ടിപ്പിടിച്ചിട്ടോ, ഇതിന്റെ ഭാര്യ മാത്രമല്ല എന്നിലേക്ക് ഏൽപ്പിച്ചു തന്നു. ഫാത്തിമ നിന്റെ വാപ്പ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളൊരു ഉത്തരവാദിത്വത്തോടുകൂടി എനിക്ക് ഏൽപ്പിച്ചു തന്നു. ആ ഉത്തരവാദിത്വത്തിൽ എന്തെങ്കിലും ഒരു കുറവ് ഫാത്തിമ നിനക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അലിയോട് മാപ്പ് നൽകണേ, അലിക്ക് നീ പുറത്തു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് അലിയാർ തങ്ങൾ മദീന മസ്ജിദ് നബവിയിലേക്ക് പോയി കിടന്നു തുടങ്ങി. ആ മസ്ജിദ് നബവിയിൽ കിടന്നിട്ട് ഇങ്ങനെ കരയുക. എത്രത്തോളം വന്നാൽ ഫാത്തിമയുടെ മറമാടി. അന്നത്തെ രാത്രി അലിയാർ തങ്ങൾ ഫാത്തിമയില്ലാത്ത റൂമിൽ കിടന്നപ്പോൾ അലിയാർ തങ്ങളുടെ ഹൃദയപ്പെട്ട ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം സ്നേഹം തന്ന് തന്റെ കൂടെ ഉണ്ടായിരുന്ന തന്റെ സഹധർമ്മിണി ഒരു ദിവസം കൊണ്ടൊന്ന് മാറി നിന്നപ്പോൾ അലിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. അലിയാർ തങ്ങൾ പോയി ഫാത്തിമ റളിയല്ലാഹു തആലയുടെ അടുക്കലേക്ക് പോയി ഖബറിന്റെ അടുക്കൽ കിടന്നുകൊണ്ട് പറഞ്ഞു, ഫാത്തിമ, നീ ഒരു സെക്കൻഡ്, നീ ഒരു നിമിഷം ഒന്ന് മാറി നിന്നപ്പോൾ എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല, എനിക്കൊരു ദിവസം കഴിച്ചു കൂട്ടാൻ കഴിയുന്നില്ല ഫാത്തിമ, ഇനി ദിവസങ്ങൾ എങ്ങനെ കഴിച്ചു കൂട്ടുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു തആലയുടെ ഖബറിന്റെ അടുക്കൽ കിടന്നുകൊണ്ട് പൊട്ടിക്കരിഞ്ഞ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. ഇതാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളുടെ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള സ്നേഹം. അങ്ങനെയുള്ളവർക്കാണ് അല്ലാഹു